SIR പൗരത്വ ഭേദഗതി തുടങ്ങി കേന്ദ്ര സർക്കാർ നിയമങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ ആശങ്കയിലാകുന്ന പശ്ചാത്തലത്തിൽ ബദൽ അവതരിപ്പിച്ച് സംസ്ഥാന സർക്കാർ മന്ത്രിസഭ അംഗീകരിച്ച നേറ്റിവിറ്റി കാർഡിനുള്ള ബിൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. കേരളീയൻ എന്ന് ഇനി അഭിമാനത്തോടെ പറയാമെന്നായിരുന്നു ബിൽ അവതരിപ്പിച്ചുള്ള മന്ത്രി കെ രാജന്റെ പ്രസ്താവന. സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ട ബിൽ നാളെ സഭ പാസാക്കും. എല്ലാ സർക്കാർ സേവനങ്ങൾക്കും ഉപയോഗപ്രദമാകും വിധമാണ് നേറ്റിവിറ്റി കാർഡ് പുറത്തിറക്കുക. എന്താണ് നേറ്റിവിറ്റി കാർഡ് ബിൽ? ആദ്യം കാണാം RDX റാപ്പ്. കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായി നടപ്പാക്കാനൊരുങ്ങുന്ന പൗരത്വ ഭേദഗതി ബില്ലും SIR അടിസ്ഥാനമാക്കിയുള്ള വോട്ടർ പട്ടിക പരിഷ്കരണവും ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയത്. ഈ ആശങ്ക പരിഹരിക്കാനാണ് കേരള നേറ്റിവിറ്റി കാർഡ് എന്ന പരിഹാര മാർഗവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടെത്തിയത്. ഇന്ന് നിയമസഭയിൽ റവന്യൂ മന്ത്രി കെ രാജൻ കേരള നേറ്റിവിറ്റി കാർഡ് ബിൽ അവതരിപ്പിച്ചു. കേരളീയൻ എന്ന് അഭിമാനത്തോടെ പറയാൻ കേരള നേറ്റിവിറ്റി കാർഡ് ബില്ലുകൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞാണ് മന്ത്രി കെ രാജൻ നിയമസഭയിൽ ബിൽ അവതരിപ്പിച്ചത്. സംസ്ഥാന സർക്കാർ നൽകുന്ന വിവിധ സേവനങ്ങൾക്കും സാമൂഹ്യ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന തരത്തിലാണ് നേറ്റിവിറ്റി കാർഡ് പുറത്തെത്തുക. സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ട ബില്ല് നാളെ സഭ പാസാക്കും. നേറ്റിവിറ്റി കാർഡ് ചരിത്ര നിയമമാണെന്ന് പ്രഖ്യാപിച്ച മന്ത്രി കെ രാജൻ പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. നിർണായകമായ നേറ്റിവിറ്റി ബിൽ അവതരിപ്പിക്കുന്ന ദിവസം പ്രതിപക്ഷം സഭയിൽ ബഹളം വെക്കുന്നതും ചർച്ചയിൽ പങ്കെടുക്കാതെ സഭ തടസ്സപ്പെടുത്തുന്നതും BJPയെ സഹായിക്കാനാണെന്നും മന്ത്രി കെ രാജൻ ബിൽ അവതരിപ്പിക്കുന്നതിനിടെ വിമർശിച്ചു. RDX റാപ്പ് ന്യൂസ് മലയാളം. വിശദീകരിക്കാം എന്താണ് നേറ്റിവിറ്റി കാർഡ് എന്ന്. ഒരാൾ കേരളീയനാണ് എന്ന് സാക്ഷ്യപ്പെടുന്ന സ്മാർട്ട് കാർഡ് രൂപത്തിലുള്ള ഒരു കാർഡാണ് ഈ നേറ്റിവിറ്റി കാർഡ് നമ്മൾ പറയുന്നത്. നേരത്തെ നൽകി വരുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് സമാനമാണ് ഈ നേറ്റിവിറ്റി കാർഡ് പുതുതായിട്ട് വരാൻ പോകുന്നത്. കേരളത്തിൽ ജനിച്ചവർക്കും വിദേശ പൗരത്വം സ്വീകരിക്കാത്തവർക്കും നേറ്റിവിറ്റി കാർഡിന് അർഹതയുണ്ട്. എല്ലാ മലയാളികൾക്കും. പൂർവികരിൽ ഒരാൾ കേരളത്തിൽ ജനിച്ചവരും വിദേശ പൗരത്വം സ്വീകരിക്കാത്തവരും ആകണം എന്നതാണ് പ്രാഥമികമായ ഒരു നിബന്ധന. വിദേശ പൗരത്വമുള്ളവർക്ക് കാർഡ് ലഭിക്കില്ല. ശേഷം വിദേശ പൗരത്വം സ്വീകരിച്ചാൽ കാർഡ് അസാധുവാകും. എന്ന് വെച്ചാൽ കിട്ടിയതിന് ശേഷം സ്വീകരിച്ചാലും അസാധുവാകും. വിദേശത്ത് ജനിച്ചെങ്കിലും വിദേശ പൗരത്വം നേടാത്തവർക്ക് നേറ്റിവിറ്റി കാർഡ് നേടാം. പൗരത്വം ഇവിടെ ഉണ്ടായാൽ മതി. ഇന്ത്യയിൽ തഹസിൽദാർ കാർഡ് അനുവദിക്കും. രജിസ്റ്റർ വില്ലേജ് ഓഫീസിൽ സൂക്ഷിക്കണം എന്നതാണ് അതിൻ്റെ മറ്റൊരു ചട്ടം. കാർഡ് ആവശ്യമുള്ളവർക്ക് തഹസിൽദാർ മുമ്പാകെ അപേക്ഷ സമർപ്പിക്കാം. നിശ്ചിത ഫോറത്തിൽ രേഖകളും ഫീസും സഹിതം അപേക്ഷ സമർപ്പിക്കണം എന്നതാണ്. സർക്കാർ കാലാകാലങ്ങളിൽ നിർദ്ദേശിക്കുന്ന വിവരങ്ങളും കാർഡിൽ ഉൾപ്പെടുത്തും എന്നതാണ് നമ്മൾ അറിയുന്നത്. സർക്കാർ ആനുകൂല്യങ്ങൾക്കിടയ്ക്കിടെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് ഒഴിവാക്കാം. ഇടയ്ക്കിടയ്ക്ക് നേറ്റിവിറ്റി മേടിക്കേണ്ടി വരില്ല. ഈ ഒരു കാർഡ് കൊടുത്താൽ മതി. ആജീവനാന്ത കാലം കേരളീയനാണെന്ന് തെളിയിക്കാൻ ഈ നേറ്റിവിറ്റി കാർഡ് ഉപയോഗിക്കാം എന്നതാണ് അതിൻ്റെ ഒരു കാര്യം. പ്രാഥമികമായിട്ട് കേൾക്കുമ്പോഴൊക്കെ നല്ല രസമുള്ളൊരു കാര്യമായിട്ടാണ് ഹർഷ എനിക്ക് തോന്നിയത്. എന്താ തോന്നുന്നത്? അതല്ല, ഇതിനകത്തുള്ള ഒരു പ്രശ്നം സംസ്ഥാനം എന്നുള്ള സങ്കല്പത്തെ തന്നെ പ്രത്യയശാസ്ത്രപരമായി BJPക്ക് അംഗീകരിക്കാൻ ഉള്ളിൽ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമായി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആയി നിൽക്കുന്നത് കൊണ്ട് അംഗീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അല്ലെങ്കിൽ ഇത് വിഘടനവാദപരമായ ഒരു നിലപാടാണ്. സ്റ്റേറ്റ് എന്നുള്ള സങ്കല്പം എന്നുള്ളത് തന്നെയാണ് സംസ്ഥാനങ്ങൾ എന്നുള്ള നിലയ്ക്കുള്ള സങ്കല്പം എന്ന് തന്നെയാണ് അവർ വിലയിരുത്തുന്നത് എല്ലാ കാലത്തും. ഇപ്പോൾ ഭാഷാപരമായിട്ടുള്ള വേർതിരിവുകളെ ആ നിലയ്ക്ക് കാണുന്നത് കൊണ്ടാണ് ഹിന്ദിയെ മറ്റൊരു തരത്തിൽ രാഷ്ട്രഭാഷ എന്ന നിലയ്ക്ക് പ്രോത്സാഹിപ്പിക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും തനിക്ക് അറിയാമല്ലോ, ആ കാര്യങ്ങളിലെല്ലാം അങ്ങനെയാണ് പ്രത്യയശാസ്ത്രപരമായ നിലപാട്. അങ്ങനെ ഇരിക്കെ അതിനെ കൂടുതൽ ഉറപ്പിക്കുന്ന തരത്തിലുള്ള എല്ലാ നീക്കങ്ങളും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, അതായത് BJP നയിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കും. ആ നിലയ്ക്ക് ഈ നേറ്റിവിറ്റി കാർഡ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ എല്ലാ അർത്ഥത്തിലും എതിർക്കുമെന്ന് മാത്രമല്ല, അതിന് നിയമപരമായ നിലനിൽപ്പില്ലാത്ത തരത്തിലാക്കാൻ പോകുന്ന ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഇപ്പോൾ തന്നെ ആ നിലയ്ക്കുള്ള പ്രഖ്യാപനങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള BJP നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. വിഘടനവാദപരമായ നിലപാടാണ് എന്ന് തന്നെ വളരെ കൃത്യമായി അവർ പറയുന്നു. പക്ഷേ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ടി വില്ലേജ് ഓഫീസ് കയറി ഇറങ്ങിയിട്ടുള്ള ഓരോ മലയാളിക്കും മനസ്സിലാവും ഇത് വേറൊരു തരത്തിൽ ഒത്തിരി പ്രയോജനം ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ ദേശീയ തലത്തിൽ ഇത് അംഗീകരിച്ചില്ലെങ്കിൽ കൂടി ഇത് സംസ്ഥാനത്ത് വേറെ തലത്തിൽ പ്രയോജനം ചെയ്യും. കാരണം പല ഓരോ വിഷയത്തിനും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഒപ്പിക്കാൻ വേണ്ടി ഓരോ തവണ വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങേണ്ട അവസ്ഥ സാധാരണക്കാരനായ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് ഒഴിവായി കിട്ടും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആശ്വാസം. പക്ഷേ എന്തിനാണ് ഇങ്ങനെ എതിർക്കുന്നതെന്ന് എനിക്ക് കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ BJPയോ എതിർക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ BJP ഇവിടെ വന്നതിന് ശേഷം 4-5 കാർഡുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ തരത്തിലും ഇപ്പോൾ ആധാർ കാർഡായാലും മറ്റോരോന്നായാലും കൊണ്ടുവന്നത് അവരല്ല, എങ്കിൽ കൂടി അത് ശക്തമായി നടപ്പാക്കിയതവരാണ്. ഒരു ഘട്ടത്തിൽ ആധാറിനെ എതിർക്കുകയും പിന്നീട് അത് ശക്തമായി നടപ്പാക്കുകയും ചെയ്തതാണ് ചരിത്രം. അപ്പോൾ അങ്ങനെ
കൊണ്ടുവന്നിട്ടുള്ള കാർഡുകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്താണ് പൗരത്വ രേഖകൾ പ്രത്യേകം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളോ ഒക്കെ ഉണ്ടാകുന്നു. ഇവിടെ SIR നടപ്പാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ CAA NRC ഒക്കെ നടപ്പാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണല്ലോ. ഇത്തരത്തിൽ പൗരത്വ രേഖ ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അങ്ങനെ ഒരു പൗരത്വ രേഖ ഉറപ്പിക്കാനുള്ള ശ്രമം സംസ്ഥാന സർക്കാർ കൂടി നടത്തുന്നു എന്നുള്ളത് കരുതിയാൽ പോരെ. അതിനെന്തിനാണ് ഇങ്ങനെ ആശങ്കപ്പെടുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇനി അതിനേക്കാൾ വലിയ തമാശ, ഇക്കാര്യത്തിൽ വളരെ തന്ത്രപരമായ നിശബ്ദതയാണ് മുസ്ലിം ലീഗ് പുലർത്തിയിട്ടുള്ളതെങ്കിൽ കോൺഗ്രസ് ഏതാണ്ട് അത്ര ഇടപെട്ടൊരു വലിയ പ്രഖ്യാപനമോ അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്ന നേരിട്ടുള്ള നിലപാടോ ഒന്നും ശക്തമായി അങ്ങനെ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഞാൻ കണ്ട ഒരു കാര്യം, KC ജോസഫ് ഇതിനെക്കുറിച്ച് ഇത് ഭയങ്കര ഹിമാലയൻ ബ്ലണ്ടറാണ് എന്ന് പറഞ്ഞു. അതെന്തുദ്ദേശത്തിലാണ് പറഞ്ഞിട്ടുള്ളതെന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഒറ്റയടിക്ക് ആ മട്ടിൽ എതിർക്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടോ? ഇതിനിപ്പം SIR വരുമ്പോൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്നുള്ളത് അതിലൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അതായത് അതുണ്ടെങ്കിൽ SIR എന്നുള്ള കടമ്പയെ മറികടക്കാം. SIR വഴങ്ങില്ല എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ നടപ്പാക്കിയാൽ അതിനെ അതിജീവിക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗം എന്ന നിലയ്ക്ക് സംസ്ഥാന സർക്കാർ പല മാർഗങ്ങളും പയറ്റുന്നതിൽ ഒരു മാർഗമായി ഇതിനെ കണ്ടാൽ മതി. ഇപ്പോൾ പക്ഷേ ഇതിനകത്ത് മറ്റൊരു വശമുള്ളത്, ആ നിലയ്ക്ക് നമുക്കിതിനെ പോസിറ്റീവായി കാണാമെങ്കിലും മറ്റൊരു വശമുള്ളത്, ഇതര സംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. മറ്റ് സംസ്ഥാനങ്ങളിലെ തൊഴിലാളികളെ രണ്ടാം തരം പൗരന്മാരായി കണക്കാക്കുന്ന തരത്തിലേക്ക് ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്നുള്ള നടപടി മാറുമോ എന്നുള്ള ആശങ്ക ചിലർ പ്രകടിപ്പിച്ചു കണ്ടു. ആ ആശങ്കയ്ക്ക് ന്യായമായും സ്ഥാനമുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് സംബന്ധിച്ചുള്ള പരിശോധന സംസ്ഥാന സർക്കാർ നടത്തേണ്ടതാണ്. പിന്നെ പല സംസ്ഥാനങ്ങളും പല തരത്തിലാണ് അവിടുത്തെ ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് സമാനമായ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കണമെങ്കിൽ ഇപ്പോൾ 15 വർഷം സംസ്ഥാനത്ത് താമസിച്ചതിൻ്റെ രേഖകൾ വേണം, അല്ലെങ്കിൽ 5 വർഷമെങ്കിലും മിനിമം അങ്ങനെ പല കണക്ക് പല സംസ്ഥാനങ്ങളും വെച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് കേരളത്തിനും എന്തെങ്കിലും ഒരു മാനദണ്ഡം വെക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പൗരന്മാരെ രണ്ടാം തരക്കാരായി, ഇന്ത്യയിലെ പൗരന്മാരെ രണ്ടാം തരക്കാരായി പരിഗണിക്കാത്ത തരത്തിൽ ഇതിനെ ഡിസൈൻ ചെയ്യണം എന്നുള്ളത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാത്ത അർത്ഥത്തിൽ രണ്ട് തരത്തിലാണെങ്കിലും, ഒന്ന് SIR എന്നുള്ളത് ആളുകളുടെ ആശങ്കയായി നിൽക്കെ അതിനെ മറികടക്കാൻ വേണ്ട ഒരു തന്ത്രമായി ഇതിനെ കണക്കാക്കുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിലും സംശയമില്ല, അത് കൊള്ളാവുന്ന ഏർപ്പാടാണ്. രണ്ട്, ഒരു നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് ഓരോ തവണയും വില്ലേജ് ഓഫീസ് കയറി ഇറങ്ങാതെ ഒറ്റ കാർഡ് കൊണ്ട് ഈ കാര്യം നടക്കുമെങ്കിൽ അതിനും ഇത് നല്ലത്. കാരണം 1,900 കാർഡുകളും രേഖകളും ഇവിടെ ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു രേഖയുണ്ട് എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ കുഴപ്പമൊന്നും മനുഷ്യനുണ്ടാകാൻ പോകുന്നില്ല. അത് തന്നെയാണ്, കുഴപ്പമുണ്ടാവില്ല എന്ന് മാത്രമല്ല നല്ലതാണ് എന്നൊരു അഭിപ്രായം എനിക്കുള്ളത്. കാരണം ഒരു 10-40 വർഷം മുമ്പ് നമ്മുടെയൊക്കെ കാലത്ത്, നമ്മളൊക്കെ ജനിക്കുന്ന കാലത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ആ കാലത്തൊന്നും ഈ രേഖകൾ അത്രയ്ക്ക് പ്രധാനമായിരുന്നില്ല. രേഖകളൊന്നും അങ്ങനെ സാധാരണക്കാർ മണ്ണിൽ പണിയെടുക്കുന്ന മനുഷ്യർക്ക് എന്ത് രേഖകൾ, അവർ ജീവിക്കുന്നു, അവരുടെ ജീവിതം കഴിഞ്ഞു പോകുന്നു എന്നായിരുന്നു. പിന്നെ രേഖകൾ ഇപ്പോൾ പുറത്തേക്ക് പോകുന്ന ആളുകളും ആ കാലത്ത് കുറച്ച് എലീറ്റായിട്ട് ജീവിച്ച ആളുകൾക്കാണ് രേഖകളൊക്കെ അന്ന് ആവശ്യമുണ്ടായിരുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും സർക്കാർ സർവീസിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, അല്ലാത്തവർക്ക് രേഖയൊന്നും ഉള്ളതോ ഇല്ലാത്തതൊന്നും വലിയ പ്രധാനപ്പെട്ടതായിരുന്നില്ല. പേരോ വയസ്സോ ജനിച്ച ദിവസമോ ഒന്നും, എൻ്റെ അച്ഛനൊന്നും ജനിച്ച ഡേറ്റ് ഒന്നും ഓർമ്മയൊന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ പറയുന്നത്, പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി. രേഖകൾ പരമപ്രധാനമായി മാറിയൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. രേഖകളില്ലെങ്കിൽ പിന്നെ മനുഷ്യനില്ല എന്ന മട്ടിലാണ്. എന്ന് മാത്രമല്ല, നമ്മളെ തട്ടി ഉപദ്രവിക്കണമെങ്കിൽ നിങ്ങൾക്ക് രേഖയില്ല എന്ന് പറഞ്ഞാൽ മതി എന്ന് നമ്മുടെ രാജ്യം തെളിയിച്ചു കൊടുത്ത ഒരു കാലമാണ്. ഈ BJP സർക്കാർ വന്നപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഉള്ളതുപോലെ നിസ്സംഗരായിട്ട് രേഖയില്ലാതിരുന്ന നിങ്ങളെ ജീവിതം തന്നെ പ്രതിസന്ധിയിലാകാൻ അത് മതി എന്ന് വളരെ വേവലാതിയോടെ പൗരന്മാരെല്ലാം അറിഞ്ഞൊരു കാലമാണ് കടന്നു വന്നത്. കേരളത്തിൽ അതിൻ്റെ ആ തരത്തിലുള്ളൊരു ഛായ വന്നിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു വലിയ വേവലാതി ഉണ്ടാവേണ്ടുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ കാലം എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുന്ന ആളുകൾക്ക് മുന്നിൽ രേഖ പരമപ്രധാനമാണ്. ആ രേഖ ഇപ്പോൾ നേറ്റിവിറ്റി കാർഡ് എന്തായിരിക്കും? കേരള സംസ്ഥാനത്ത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി താലൂക്കിൽ മൊകേരി പഞ്ചായത്തിലെ ഇന്നാം വീടിൽ ആണ് സനീഷ് എന്നത് രേഖപ്പെടുന്നൊരു പേപ്പറാണ്, ഒരു രേഖയാണല്ലോ നമ്മുടെ കിട്ടുന്നത്. ഇനി അങ്ങോട്ട് നമ്മളെ ഉപദ്രവിക്കാൻ വരുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശം രേഖയില്ലല്ലോ എന്ന് പറഞ്ഞ് വരുന്ന ആളുകൾക്ക് മുമ്പിൽ രേഖയുണ്ടാകും കേരളത്തിലെ മുഴുവൻ പൗരന്മാർക്കും എന്ന സാഹചര്യം വരുന്നത് നല്ലതാണ്. കാരണം അതിപ്പോൾ പ്രാഥമികമായിട്ട് ഹർഷം പറഞ്ഞ പോലെ ഇപ്പോൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റായിട്ട് നമ്മളെല്ലാം പോയിട്ടുണ്ട്. പല കാര്യത്തിന് വേണ്ടി പോകേണ്ടി വരും. അതവിടെ കാത്തു നിന്ന് ഈ പേപ്പറിൽ സീൽ ചെയ്ത് ഒരുപാട് സമയമെടുത്ത് കിട്ടുന്നതാണ്. പ്രാഥമികമായിട്ട് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റായിട്ടുള്ള ഇങ്ങനെ അലച്ചിൽ ഒഴിവാകും. നേറ്റിവിറ്റി കാർഡ് നമ്മുടെ എപ്പോഴും കയ്യിലുണ്ടെങ്കിൽ ഈ ലൈസൻസും മറ്റും ഡ്രൈവിംഗ് ലൈസൻസൊക്കെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോയാൽ മതി. ആധാർ കാർഡ് പോലെ എന്നേക്കോട്ടൊരു കയ്യിലൊരു കാർഡ് കിടക്കും എന്നുള്ളൊരു സാധനമുണ്ട് പ്രാഥമികമായിട്ട്. പക്ഷേ ദീർഘദൃഷ്ടിയാൽ നോക്കിയാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ കൈവശം ഞാൻ ഇന്ന സ്ഥലത്തെ ഇന്ന ആളാണ് കേട്ടോ, എനിക്കൊരു രേഖയുണ്ട് എന്ന് പറയാവുന്നൊരു പൗരൻ്റെ ധൈര്യമായിട്ട് ഈ കാര്യം കിടക്കും. അപ്പോൾ ഇതിനെ എതിർക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഗവർണർ അടുത്താണുള്ള കാര്യങ്ങൾ ചിലത്. ഗവർണർ ഇപ്പം തന്നെ പൊള്ളി നടക്കുന്നുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം കൈയും പിന്നിൽ കെട്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ നടക്കുന്ന എനിക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഇവരാരാണിത് ചെയ്യാൻ? ഈ രാജ്യത്ത് പൗരത്വം നിശ്ചയിക്കേണ്ടത് ഞങ്ങളായിരിക്കെ, കേന്ദ്ര സർക്കാർ ആയിരിക്കും, ഇവരാരാണ് ഇവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ എന്ന് അദ്ദേഹം ആലോചിക്കുന്നുണ്ടാവും. അദ്ദേഹത്തിൻ്റെ പാർട്ടി, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമുള്ള ആളുകൾ ഇപ്പം തന്നെ അവരുടെ എതിർപ്പുകൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ മറ്റൊരാൾ തരത്തിൽ ആലോചിച്ചാൽ, ഇപ്പോൾ
ഓരോ സ്ഥാപനങ്ങൾ ഇപ്പോൾ പഴയതുപോലെയല്ല, പോലെയല്ല, ചെറിയ ക്ലാസ്സിൽ LKG കുട്ടികൾക്ക് വരെ കാർഡുണ്ട്. അവരേത് സ്കൂളാണ് പഠിക്കുന്നത്, ഏത് ക്ലാസ്സിലാണ്, എന്താണ് ബ്ലഡ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞൊരു കാർഡുണ്ട്. കാർഡ് ഈ ഇത്ര വലിപ്പമുള്ള ATM കാർഡ് പോലുള്ള കാർഡ് എന്നത് നമ്മുടെ എക്സിസ്റ്റൻസിൻ്റെ ഭാഗമായി കഴിഞ്ഞു. എല്ലാ സ്ഥാപനങ്ങളും ന്യൂസ് മലയാളത്തിൻ്റെ കാർഡുണ്ട്. എല്ലാ സ്ഥാപനങ്ങൾക്കും ഓരോരോ കാർഡുകളുണ്ട്. അപ്പോൾ ഒരു സംസ്ഥാനം ഞങ്ങളിത് ഒരു കാർഡ് കൊടുത്തിരിക്കുന്നു ഞങ്ങളുടെ ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ അതിനെ ലീഗലി എങ്ങനെയാണ് ചോദ്യം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ പൗരത്വമോ മറ്റൊന്നുമല്ല പറയുന്നത്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പോലെ ഞങ്ങളൊരു സാധനം അടിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവർക്ക് എങ്ങനെയാണ് തടയാൻ പറ്റുക എന്നെനിക്കറിയില്ല. പക്ഷേ ഇതിപ്പോൾ പ്രചണ്ഡമായൊരു സംഭവമായിട്ട് സ്വാഭാവികമായിട്ടും അവർ അത് കൊണ്ടുവന്നിട്ട് ബഹളം ഉണ്ടാക്കാനുള്ള കാര്യം ഞാൻ കാണുന്നുണ്ട്. ഇത് എളുപ്പമായിരിക്കില്ല നേറ്റിവിറ്റി കാർഡ് ഉണ്ടാക്കൽ എന്ന് എനിക്ക് തോന്നുന്നു. രാഷ്ട്രീയമാണ് ഉദ്ദേശിക്കുന്നുണ്ടാവുക CPIM സർക്കാരും എന്നുകൂടെ ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ഇത് അപ്പുറത്തുനിന്ന് വരുന്ന വിമർശനങ്ങളെ നല്ല നിലക്ക് കണ്ടിട്ട്. പക്ഷേ ഞാൻ വിചാരിക്കുന്നു അതിനകത്ത് ഞാനിപ്പോൾ പറഞ്ഞ പോലുള്ളൊരു മാനുഷികമായിട്ടുള്ളൊരു കാര്യം കൂടി ഉണ്ടാകും. അതായത് ഭാവിയിൽ രേഖ പറഞ്ഞിട്ട് ആളുകളെ ഭയപ്പെടുന്ന സാഹചര്യം ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ഉണ്ടാകരുത് എന്നൊരു നല്ല ചിന്ത അതിൻ്റെ പിന്നിലുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. SIRും പൗരത്വ ഭേദഗതി ബില്ലും ന്യൂനപക്ഷങ്ങളെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്ന ഘട്ടത്തിലാണ് നേറ്റിവിറ്റി കാർഡുമായി സംസ്ഥാന സർക്കാർ വരുന്നത്. രാജ്യത്ത് നിന്ന് തന്നെ പുറത്താക്കപ്പെടുമെന്ന് ആശങ്കപ്പെട്ട് കഴിയുന്ന, പൗരത്വം നിഷേധിക്കപ്പെടുമെന്ന ആധിയിൽ ജീവിക്കുന്ന അനേകം മനുഷ്യരിൽ ആശ്വാസം നൽകുന്ന നീക്കം കൂടിയാണിത്. SIRനെതിരെയും പൗരത്വ ഭേദഗതി ബില്ലിനെതിരെയും ശക്തമായ നിലപാട് സ്വീകരിച്ച കേരള സർക്കാർ കേന്ദ്രത്തിനെതിരെ ഉയർത്തുന്ന ഒരു ബദൽ കൂടിയാണിത്. എല്ലാ ആവശ്യങ്ങൾക്കും ഒറ്റ കാർഡ് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് നേറ്റിവിറ്റി കാർഡ് പുറത്തിറക്കുന്നതും മാതൃകാപരമാണ്. ഒരു സംസ്ഥാനത്തിന് ഇത്തരം ഒരു കാർഡ് ഏർപ്പെടുത്താൻ അധികാരമുണ്ടോ എന്നും ഇത് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഏക പൗരത്വം എന്ന സങ്കല്പത്തിന് വിരുദ്ധമാണോ എന്ന സംശയവും ഉയർത്തുന്നവരുണ്ട്. നിർണായകമായ നേറ്റിവിറ്റി കാർഡ് ബില്ലിൽ ഗവർണർ എന്ത് തീരുമാനമെടുക്കും എന്നതറിയാൻ ഇനിയും കുറച്ചുനാൾ കാത്തിരിക്കേണ്ടി വരും. നേറ്റിവിറ്റി കാർഡിനെതിരെ BJP കേന്ദ്ര നേതൃത്വം രംഗത്ത് വന്ന സ്ഥിതിക്ക് കേരള കേന്ദ്ര സർക്കാരുകളുടെ പോരിനാകുമോ ഇനി നാം സാക്ഷ്യം വഹിക്കേണ്ടി വരിക എന്ന ചോദ്യവുമുണ്ട്.